നമസ്കാരം. 7 ഘട്ടങ്ങൾ നീളുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴുന്നതോടെ ആകാംക്ഷയുടെ നെറുകയിൽ ഫലം കാത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കും ചങ്കിടിപ്പിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ജൂൺ 4 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഉറ്റുനോക്കുകയാണ് എല്ലാ രാഷ്ട്രീയക്കാരും. അവിടെയാണ് ഈ കൊല്ലം പാർലമെൻറ്റിൻ്റെ പ്രസക്തി. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരാകും വാഴുക, ആരാകും വീഴുക എന്ന ഉത്കണ്ഠയുടെ മണിക്കൂറുകളാകും ഇനി വോട്ടർമാരുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ മനസ്സിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള RSPയിലെ തന്നെ NK പ്രേമേന്ദ്രൻ, ആ NK പ്രേമേന്ദ്രൻ മൂന്നാമതും വാഴുമോ എന്ന് ഏവരും ഉറ്റുനോക്കുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ള CPMലെ സിനിമാ നടനായ M മുകേഷ് ജയിച്ച് MP ആകുമോ അതോ കൊല്ലം MLA ആയി തുടരുമോ എന്നുള്ള ചോദ്യത്തിനുമൊക്കെ ഉത്തരമാകേണ്ടതുണ്ട്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPയിലെ G കൃഷ്ണകുമാർ അത്ഭുതമൊന്നും കാട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടിയും പാർട്ടിക്ക് നല്ലൊരു മുന്നേറ്റം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാനായാൽ അത് വളരെ വലുതായിരിക്കും എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങളടക്കം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നായിട്ട് കാണുന്നത്. കാരണം 2014ലെയും 2019ലെയും പോളിംഗ് ശതമാനത്തെക്കാൾ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശതമാനം എന്നതാണ് മുന്നണികളെ അസ്വസ്ഥരാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 2014 72.10% പോളിംഗ് ആയിരുന്നെങ്കിൽ 2019 74.66%. എന്നാൽ ഇക്കുറി 68.09% അത് കൂപ്പുകുത്തി. 2019 തെരഞ്ഞെടുപ്പിൽ 64,000 വോട്ടർമാർ ഇക്കുറി വിട്ടുനിന്നു എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. അങ്ങനെ കടുത്ത വേനൽ ചൂടും ഒപ്പം തന്നെ പോളിംഗ് ഇഴഞ്ഞു നീങ്ങിയതുമൊക്കെ വോട്ടർമാരിൽ പലരെയും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചതായിട്ടുള്ള വിലയിരുത്തലുകൾ കൂടി ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. കുറഞ്ഞ പോളിംഗ് ശതമാന കണക്കിൻ്റെ പ്രതിഫലനം വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിലാകും തെളിയുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സിറ്റിംഗ് MP കൂടിയുള്ള NK പ്രേമേന്ദ്രൻ തുടർച്ചയായി 3ാം തവണയും വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട് എങ്കിൽ കൂടിയും പോളിംഗ് ശതമാനത്തിലെ കുറവ് തൻ്റെ ഭൂരിപക്ഷത്തിൽ മുൻതവണത്തെ അപേക്ഷിച്ച് വിള്ളലുണ്ടാക്കുമെന്നുള്ള സംശയത്തിൽ കൂടിയാണ് അദ്ദേഹം. 2014 ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിലും 2019 റെക്കോർഡ് ഭൂരിപക്ഷത്തിലും വിജയിച്ച പ്രേമേന്ദ്രന് 3ാം തവണയും ജയം ആവർത്തിക്കുമെന്നതിന് സംശയമില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി തങ്ങളിൽ നിന്ന് വഴുതിപ്പോയ കൊല്ലം സീറ്റ് സിനിമാ നടനായ M മുകേഷിലൂടെ തിരിച്ചെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് CPM. പക്ഷേ അത് നടക്കുമോ എന്നറിയില്ല. കാരണം പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നത് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി ലക്ഷ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് തങ്ങളെ ബാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഇടതുമുന്നണി നേതൃത്വം. തുടക്കത്തിൽ ത്രികോണപ്പോരിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കൃഷ്ണകുമാർ എന്ന സിനിമാ താരത്തിലൂടെ BJPക്ക് കഴിഞ്ഞുവെങ്കിലും പ്രചാരണത്തിൻ്റെ അവസാന നാളുകളിലേക്ക് അല്ലെങ്കിൽ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ടെമ്പോ നിലനിർത്താനായോ എന്നുള്ളൊരു സംശയം BJPക്ക് വരെയുണ്ട്. എങ്കിലും വിജയമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് BJP ജില്ലാ നേതൃത്വം അടക്കം വളരെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതെങ്കിൽ കൂടിയും അവർക്കറിയാം ചിലപ്പോൾ വിജയിക്കില്ല. പക്ഷെ അവിടെ അലയടിച്ചതൊരു നിശബ്ദ തരംഗമായിരുന്നു എന്നുള്ളത്. ഈ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് രാഷ്ട്രീയ തരംഗമൊന്നും അലയടിച്ചില്ലെങ്കിൽ കൂടിയും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിശബ്ദമായിട്ടൊരു തരംഗം അലയടിച്ചു എന്നും അത് തനിക്ക് പ്രയോജനം ചെയ്തു എന്നും തന്നെയാണ് NK പ്രേമേന്ദ്രൻ പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണനയും പൗരത്വ നിയമത്തിലൂടെ ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുന്ന കേന്ദ്ര നീക്കവുമായിരുന്നു LDFിൻ്റെ പ്രചരണായുധങ്ങളെന്നാണ്. ഇവിടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ വികസനമോ അതൊന്നും എവിടെയും ചർച്ചയായില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവവും കേരളത്തിലെ ഇരുമുന്നണികളുടെയും ജനവിരുദ്ധതയും അക്കമിട്ട് നിരത്തിയായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ പ്രചാരണം നടത്തിയത്. കഴിഞ്ഞ 1 വർഷമായി വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള പാർട്ടി സംഘടനാ സംവിധാനവും പ്രചാരണത്തിൽ ഇരുമുന്നണികൾക്കും ഒപ്പം നിൽക്കാൻ BJPയെ പ്രാപ്തമാക്കി എന്നതാണ് BJP ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ കൂടി. ഇവിടെ അതിനുശേഷം ഇനി ഭൂരിപക്ഷം എന്ന് പറയുന്നതാണ്. എത്രത്തോളമായിരിക്കും ഭൂരിപക്ഷം അതിനെക്കുറിച്ചുള്ള കണക്കുകളാണ്. NK പ്രേമേന്ദ്രൻ 2019 1,48,846 എന്ന റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് CPMലെ KN ബാലഗോപാലിനെ തോൽപ്പിച്ചത്. 2014 CPMലെ MA ബേബിയെ തോൽപ്പിച്ചത് 37,649 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. പ്രതികൂലമായ ഘടകങ്ങളൊന്നും ഇക്കുറി ഇല്ലാത്ത 2019 ലഭിച്ച ഭൂരിപക്ഷം നിലനിർത്താൻ പ്രേമചന്ദ്രനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ അത് നടക്കില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും സർക്കാർ വിരുദ്ധ വികാരവും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള അകമഴിഞ്ഞ പിന്തുണയും അതിത്തവണയും വിജയത്തെ പ്രതികൂലമായി ബാധിക്കില്ല എങ്കിലും 2019 ഭൂരിപക്ഷത്തിനടുത്ത് വരുമോ എന്ന് അറിയേണ്ടതുണ്ട് RSPക്ക്. പക്ഷേ വരില്ല. മുൻ തിരഞ്ഞെടുപ്പുകളിൽ നേടിയ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് എത്ര ശതമാനം വർദ്ധിപ്പിക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വം പക്ഷേ ഉറ്റുനോക്കുന്നത്. 2014 കൊല്ലത്ത് NDA സ്ഥാനാർത്ഥിയായിരുന്ന PM വേലായുധന് ലഭിച്ചത് 58,671 വോട്ടായിരുന്നു. അതായത് പോൾ ചെയ്ത വോട്ടിൻ്റെ 6.67%. എന്നാൽ 2019 അഡ്വക്കേറ്റ് KV സാബ് 1,03,339 വോട്ട് നേടി. അതായത് 10.66 ഉയർത്തി. അങ്ങനെ മണ്ഡലത്തിലെ BJP പ്രവർത്തകർക്ക് പോലും സുപരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു KV സാബു. എന്നിട്ട് 1 ലക്ഷത്തിന് മുകളിൽ പിടിച്ചു എന്നുള്ളതാണ്.
ഇക്കുറി BJP ദേശീയ നിർവാഹക സമിതി അംഗവും സിനിമാ താരവുമായിട്ടുള്ള കൃഷ്ണകുമാർ വോട്ട് ശതമാനം ഗണ്യമായി ഉയർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. ഇക്കാര്യത്തിൽ LDFിനുള്ള പ്രത്യേക താല്പര്യവും കാണാതെ പോകരുത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ കൃഷ്ണകുമാർ ഒരു 2 ലക്ഷത്തിന് മേൽ വോട്ടുകൾ നേടിയാൽ അത് കൂടുതൽ ബാധിക്കുക UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമചന്ദ്രനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ചിലപ്പോൾ CPM തയ്യാറെടുക്കും. അവർ മനപ്പായസം ഉണ്ണുന്നതിൻ്റെ പൊരുൾ അതാണ്. കൃഷ്ണകുമാറിന് വോട്ട് ഇതിലും കൂടുതൽ ലഭിച്ചാൽ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാക്കുവാനോ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷിൻ്റെ വിജയമെന്ന് പറയപ്പെടുന്നത് സുനിശ്ചിതമാക്കാനോ അവർക്ക് കഴിയും. അത്തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലുകൾ LDFിനുള്ളിലുണ്ട്. പക്ഷേ അത് വിജയിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും 1957 മുതലുള്ള കൊല്ലത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുന്നണികളെ മാറി മാറി, അതായത് LDFിനെയും UDFിനെയും മാറി മാറി വിജയിപ്പിച്ചതാണ്. 2014-19 തെരഞ്ഞെടുപ്പുകളിലാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച പ്രേമേന്ദ്രൻ 1996-ലും 99-ലും LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്ന ആളാണ്. 2008 മണ്ഡല പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം ഇപ്പോഴത്തെ നിലയിൽ രൂപീകൃതമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ചവറയും പുനലൂരും ചടയമംഗലവും കുണ്ടറയും കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭയുടെ ഭാഗമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. കുണ്ടറ ഒഴികെ 6 ഇപ്പോൾ LDFിൻ്റെ MLAമാരാണുള്ളത്. കർഷക സംഘടനകളും കൂടാതെ ചെറുകിട വ്യവസായങ്ങളും നിരവധിയുള്ള കൊല്ലത്ത് ഇടത് പാർട്ടികൾക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള ഒരു ഇടം കൂടിയാണ്. CPMനൊപ്പം RSPയും കോൺഗ്രസും ഇവിടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിതി ഉള്ളതാണ്. 1957 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി വിജയം കണ്ടു എങ്കിലും 1962 മുതൽ 77 വരെ RSP നേതാവായിരുന്ന N ശ്രീകണ്ഠൻ നായരാണ് തുടർച്ചയായിട്ട് ഇവിടെ വിജയിച്ചു പോകുന്നത്. 1980 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BK നായരുടെ അട്ടിമറി വിജയം നേടുകയുണ്ടായി. 1984 കോൺഗ്രസ് സ്ഥാനാർത്ഥി S കൃഷ്ണകുമാർ വിജയിച്ചു. 89-91 കൃഷ്ണകുമാർ തന്നെ വിജയം ആവർത്തിച്ചിരുന്നു. 96 NK പ്രേമേന്ദ്രൻ ആദ്യമായിട്ട് ഇവിടെ വിജയിച്ചു കയറുന്നത്. 2 വർഷത്തിന് ശേഷം 1998 പ്രേമേന്ദ്രൻ തന്നെയായിരുന്നു വിജയം. എന്നാൽ 1999 RSPയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത CPM അത് P രാജേന്ദ്രനിലൂടെ തങ്ങളുടെ അധീനതയിലാക്കി വെച്ചു. 2004 P രാജേന്ദ്രൻ വിജയം ആവർത്തിച്ചുവെങ്കിലും 2009 കോൺഗ്രസിലെ N പീതാംബരക്കുറുപ്പിനോട് പരാജയപ്പെടുകയുണ്ടായി. 2014 വീണ്ടും RSP മുന്നണി മാറി UDFിലെത്തുന്നു. അതെത്തിയോടുകൂടി വീണ്ടും മത്സരരംഗത്തെത്തിയ NK പ്രേമേന്ദ്രൻ. ആ NK പ്രേമേന്ദ്രൻ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബിയെ അട്ടിമറി നടത്തി വിജയം സ്വന്തമാക്കുന്നു. 2019 വിജയം ആവർത്തിക്കുന്നു. കൊല്ലത്ത് ഹാട്രിക് വിജയം നേടാൻ പ്രേമചന്ദ്രനാകുമോ? 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുകേഷിലൂടെ സീറ്റ് തിരികെ പിടിക്കാൻ CPMനാകുമോ? BJP എന്തെങ്കിലും അത്ഭുതം നടത്തുമോ, കാട്ടുമോ? ഇതൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് നമ്മൾ ജൂൺ 4 വരെ കാത്തിരുന്നാൽ മതിയാകും. ആ ജൂൺ 4 വരെയുള്ള കാത്തിരിപ്പ് കൊല്ലത്തിന് സമ്മാനിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമേന്ദ്രൻ്റെ ഹാട്രിക് വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം കുറവാണ്.